ഇപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് പ്രോജക്റ്റിനെ കുറിച്ചാണ്. ജോൺ ഡ്യൂവ് എന്ന അമേരിക്കൻ തത്വചിന്തകനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ പ്രാഗ്മാറ്റിസം എന്ന സ്കൂളിൻ്റെ ഒരാശയം മാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു അസസ്മെൻ്റ് എന്നൊക്കെ നമുക്ക് എന്താ പറയാം, പ്രോജക്റ്റിനെ പറയാം. അപ്പം പല ടൈപ്പ് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ ഏത് പ്രോജക്റ്റ് എടുത്താലും ഏത് പ്രോജക്റ്റ് ചെയ്യണമെങ്കിലും അതിന് ചില സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് സിറ്റുവേഷൻ, 2 സെലക്ഷൻ ഓഫ് പ്രോബ്ലം, 3 പ്ലാനിങ്, 4 എക്സിക്യൂഷൻ ആൻഡ് ലാസ്റ്റ് ഇവാലുവേറ്റിംഗ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് സിറ്റുവേഷനാണ്. ഇപ്പം ക്രിയേറ്റിംഗ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്ക് കണ്ടുപിടിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ക്രിയേറ്റിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഏതൊരു ടോപ്പിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് ടോപ്പിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസസ്മെൻറ്റ് നടത്താനുള്ളതായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ആ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരിക. ഇതാണ് എന്ത് പറയുന്നത്, ക്രിയേറ്റിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ക്രിയേറ്റിംഗ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്ക് കണ്ടുപിടിക്കുക, അതാണ് ക്രിയേറ്റിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് പ്രോബ്ലം. ഇപ്പോൾ സെലക്ഷൻ ഓഫ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ സയൻസിൽ തന്നെ എന്തുമായിരിക്കും, ഇഷ്ടംപോലെ ടോപ്പിക്സ് കാണും ഇല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്നും പർട്ടിക്കുലർലി നമുക്ക് വേണ്ട ഏതാണോ അത് മാത്രമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു ടീച്ചറിൻ്റെ സഹായത്തോടെയോ ഒരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സെലക്ഷൻ ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ചാൽ പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തല്ലോ, അപ്പോൾ അത് എവിടെ ചെയ്യണം, ആരിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനിങ് ആണ് ഈ പ്ലാനിങ് എന്ന് പറയുന്ന സ്റ്റേജിൽ വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷനാണ്. എക്സിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഓരോ പ്രോജക്റ്റിനും എന്തായിരിക്കും, ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അതിൽ എക്സിക്യൂഷൻ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡേറ്റ ആയിരിക്കും, ചിലതെന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആയിരിക്കും, അങ്ങനെ ഓരോന്നും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ പ്രോജക്റ്റിലെ ആ പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇതിൻ്റെ എക്സിക്യൂഷൻ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവാലുവേറ്റിംഗ് ആണ്. ഇവാലുവേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് ഈ ടീച്ചറും സ്റ്റുഡൻസും അവർ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടാത്തതുണ്ട്, എന്തൊക്കെ വേണ്ടതുണ്ട്, അപ്പോൾ അതിൽ നിന്ന് വേണ്ടത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നു. എന്നിട്ട് ഫൈനലി നമ്മൾ അതിൻ്റെ റിസൾട്ടിലേക്ക് വരുന്നു. ആ ടൈമിൽ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തതായിട്ടുള്ള ഒരു എവിഡൻസ് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ റെക്കോർഡിൽ എഴുതുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ചില സ്റ്റെപ്പുകളെന്ന് പറയുന്നത് എന്തൊക്കെയാണ് ക്രിയേറ്റിംഗ് സിറ്റുവേഷൻ, സെലക്ഷൻ ഓഫ് പ്രോബ്ലം, പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് ഇവാലുവേറ്റിംഗ്. അപ്പോൾ ഈ പ്രോജക്റ്റിന് തന്നെ ചില അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, രണ്ടാമത്തേന്ന് പറയുന്നത് ഈ മെത്തേഡ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ലൈഫ് സിറ്റുവേഷൻ ഓഫ് ദി സ്റ്റുഡൻസിൻ്റെ ലൈഫ് സിറ്റുവേഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് ഈ സ്റ്റുഡൻസിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചിൽഡ്രൻസിൽ ട്രെയിൻ ചെയ്തെടുക്കുന്നു ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ്. ഓക്കെ, ജനാധിപത്യപരമായിട്ടുള്ള ഒരു ലൈഫിനെ ചിൽഡ്രൻസിൽ ട്രെയിൻസ് ചെയ്ത് എടുക്കുന്നു. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോജക്റ്റ് മെത്തേഡ്. അതുപോലെ ഇപ്പോൾ ഒരു സിലബസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു നിർദ്ദിഷ്ട സിലബസ് എടുത്തു കഴിഞ്ഞാൽ അത് സമയബന്ധിതമായി നമുക്ക് പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും നമുക്ക് ഈ പ്രോജക്റ്റ് മെത്തേഡിലൂടെ പഠിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്രയാണ് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്.